ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ചോറൂണാണ് കേട്ടോ. എൻ്റെ അല്ല, കുഞ്ഞാവയുടെ. ഇന്ന് അവൻ്റെ ചോറൂണാണ് കേട്ടോ. നമ്മുടെ നാട്ടിലായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ചോറൂണെന്ന് പറയുന്നൊരു വലിയൊരു ചടങ്ങായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനൊന്നും ഇല്ല കേട്ടോ. ഇവിടെ നമ്മൾ തന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മൾ തന്നെ ചോറ് കൊടുക്കണം. അങ്ങനെയാണ് ഇവിടെ അമ്പലം, ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ അമ്പലമില്ല. അപ്പം ഇന്നലെ തന്നെ ഞാൻ രാവിലത്തേക്കുള്ള സാധനം അരിയൊക്കെ അരച്ച് വെച്ചായിരുന്നു ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാനുള്ള. ഞാൻ രാവിലെ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല സൂപ്പറായിട്ട് ഇഡ്ഡലി മാവിനുള്ള സാധനമൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ ഇളക്കി നല്ല സൂപ്പർ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി. കടല വെള്ളത്തിലുണ്ടായിരുന്നു, കടലയൊക്കെ ഉണ്ടാക്കി. അങ്ങനെ രാവിലത്തെ പ്രഭാത ഭക്ഷണമൊക്കെ കഴിഞ്ഞു. ഈ കുഞ്ഞാവെ ഈ ഒരു മാറ്റിൽ കിടത്തിയിട്ട്, പ്ലേ മാറ്റാണ്, മാറ്റി കിടത്തിയിട്ടാണ് നമ്മളുടെ അടുക്കള പരിപാടികൾ നടത്തുന്നത്. നാട്ടിലാണെന്നുണ്ടെങ്കിൽ പായ വിരിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇവിടുത്തെ തണുപ്പ് കാരണം പായ വിരിക്കാൻ പറ്റത്തില്ല. ഈ സ്വെറ്ററൊക്കെ ഇട്ടിട്ടാണ് കുഞ്ഞിനെ കിടത്തിയിരിക്കുന്നത്. ഇഗ്നോർ ദ അടുക്കള സിറ്റുവേഷൻ. അടുക്കള കണ്ടില്ലേ, നല്ല ചേലാണ്, അതൊന്നും നോക്കണ്ട. അങ്ങനെയൊക്കെയാണ്. നമ്മൾ ചോറ് കൊടുക്കാനുള്ള വെള്ളച്ചോറും പായസമൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പം ഞാൻ യൂട്യൂബ് നോക്കി കുറേ തപ്പിയിട്ട് ഒരു വീഡിയോ കണ്ടേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ പച്ചരി വെച്ചിട്ട് ചോറ് വറ്റിച്ചെടുത്തു. കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ട് ചോറ് വറ്റിച്ചെടുത്തു. അതിനകത്ത് തന്നെ കുറച്ച് ശർക്കര കലക്കി വെച്ച് ശർക്കര പായസമായിട്ടും എടുത്തു. അങ്ങനെ വറ്റിച്ചെടുത്തു രണ്ടും, കുറച്ച് നെയ്യോടൊക്കെ ഒഴിച്ചിട്ട്. അങ്ങനെ കുഞ്ഞാവിനെ കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കി ചോറിന് വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ചേട്ടൻ വിളക്കൊക്കെ കത്തിച്ച് ഞങ്ങൾ ചോറൂണിന് വേണ്ടിയിട്ടുള്ള വെള്ളപ്പായസവും നമ്മുടെ വെള്ളച്ചോറും ശർക്കര പായസവും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് കുറച്ച് വീഡിയോ ആണേ. ചോറൂണിന് വേണ്ടിയിട്ടുള്ള ചടങ്ങുകൾ ഇത് തന്നെയാണോ? ഇത്രയൊക്കെ സാധനങ്ങളാണോ കുഞ്ഞാവയ്ക്ക് കൊടുക്കേണ്ടത്? അതൊന്നും അറിയത്തില്ല. നമ്മൾ നാട്ടിലോട്ടൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് അവർ പറഞ്ഞു ഉപ്പ്, നെയ്യും കുറച്ച് മധുരവും പിന്നെ ചോറും പായസം അങ്ങനത്തെ സാധനങ്ങൾ അങ്ങനെയാണ് പറഞ്ഞത്. നമ്മളതനുസരിച്ച് തട്ടിക്കൂട്ടി കുറേ വീഡിയോ നോക്കിയിട്ടൊന്നും ഈ ഐറ്റംസ് ഒന്നും കാണിക്കുന്നില്ല. അവർ ജസ്റ്റ് വീഡിയോ ആയിട്ടല്ലേ കാണിക്കുന്നുള്ളൂ. അപ്പം നമ്മുടെ ഒരു ലോജിക്ക് അനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ ചെയ്തതന്നേ ഉള്ളൂ. അങ്ങനെ അപ്പം ചോറൂണിനൊക്കെ കുഞ്ഞുവാവേനെ റെഡിയാക്കി കൊണ്ടിരുത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് കുഞ്ഞിനെ കൊണ്ട് മടിയിരുത്തി കൊടുത്തതിന് മുന്നേ ആയിട്ട് അവൻ ഭയങ്കര ഉറക്കമായിരുന്നു. ഉറക്കത്തീന്ന് കൊണ്ട് ഇരുത്തിയതാണ്. പക്ഷേ ഒരു വഴക്കും ഇല്ലാതെ, എനിക്ക് ഭയങ്കര അതിശയമായിപ്പോയി. ഒരു വഴക്കും ഇല്ലാതെ ചേട്ടൻ കൊടുത്ത ചോറും ഞാൻ കൊടുത്ത ചോറും പിന്നെ അവൻ്റെ ചേട്ടൻ മൂത്തവൻ കൊടുത്ത ചോറും ഒക്കെ അവൻ നല്ലതായിട്ട് ഞൊണഞ്ഞ് കഴിച്ചു കേട്ടോ. ഒരു വഴക്കും ഇല്ലാതെ. എനിക്കത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. ഒരു വഴക്കും ഇല്ലായിരുന്നു. അങ്ങനെ ചോറൂണൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നടന്നു. വഴക്കൊന്നും ഇല്ലാതെ ചോറൂണൊക്കെ കഴിഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ തനി സ്വഭാവം കാണിച്ചു തുടങ്ങി.
വഴക്കൊക്കെ ഇട്ടു. അവനെ കിടത്ത് ഉറക്കി. ദേ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ചന്ദനമൊക്കെ തൊട്ടിട്ട് ഇന്ന് ആദ്യമായിട്ട് ചന്ദനം തൊട്ട് കൊടുത്തത്. ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ അത്രേ ഉള്ളൂ വീഡിയോ. ഇന്നൊരു മിനി വ്ലോഗായിരുന്നു. ബായ്.